PK ലേണിങ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെർച്ച് ആൻഡ് സീഷറാണ്. അതായത് സെക്ഷൻ 96 തൊട്ട് 110 വരെയുള്ള പ്രൊവിഷൻസാണ് സെർച്ച് ആൻഡ് സീഷറിനെ കുറിച്ച് പറയുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അറിയാം, പ്രൊസീജറൽ കോഡുകളാണ്, പ്രൊസീജറാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സെർച്ചും സീഷറും ഒരു കോടതിക്ക് അല്ലെങ്കിൽ സെർച്ച് സീഷറും ഒരു കോടതിക്ക് എപ്പോഴൊക്കെയാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്, സാഹചര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 96 പറയുന്നു എപ്പോഴാണ് വെൻ സെർച്ച് വാറണ്ട് മേ ബി ഇഷ്യൂഡ്, എപ്പോഴാണ് സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് സെക്ഷൻ 96 പറയുന്നുണ്ട്. അപ്പോൾ 96 പ്രകാരം ഒരു കോടതി, ഏത് കോടതിയാണോ, അപ്പം സെർച്ച് വാറണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സെർച്ച് ചെയ്യാനുള്ള വാറണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ വാറണ്ട് എന്താണ്, സമൻസ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞതാണ്, നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ഒരു കോടതിക്ക് വിശ്വസിക്കത്തക്ക തെളിവുകളുള്ളത്, അതായത് എന്താണ്, ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അയാൾക്ക് നമ്മൾ എന്ത് ചെയ്ത്, ഫസ്റ്റ് നമ്മൾ എന്തനുസരിച്ച് പേഴ്സണിന് നമ്മളൊരു സമൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ 94 അനുസരിച്ച്, അതല്ല എന്നുണ്ടെങ്കിൽ 95 അനുസരിച്ചായിട്ട്. അപ്പോൾ എന്നാൽ എന്ത് ചെയ്തിട്ടില്ല, അപ്പോൾ സെർച്ച് വാറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇതാണ്. 96 അനുസരിച്ച് ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അയാൾക്ക് ആദ്യം ഒരു സമൻസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോടതിയിൽ നിന്നും ഒരു സമൻസ് അയച്ചിട്ടും അയാൾ എന്ത് ചെയ്തിട്ടില്ല, വിൽ നോട്ട് ഓർ വുഡ് നോട്ട് പ്രൊഡ്യൂസ് ദ ഡോക്യുമെൻ്റ് എന്നുള്ളതാണ്. അപ്പം മതീഷിൻ്റെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ഇവിടെ ഹാജരാക്കുന്നതിലേക്ക് വേണ്ടി മതീഷിനൊരു സമൻസ് നമ്മൾ അയച്ചിട്ട് മതീഷ് അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ആ പ്രദേശത്തോട്ടേ വരുന്നില്ല, ഡോക്യുമെൻ്റ് മതീഷ് കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള മതീഷിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ മതീഷിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഈ ഡോക്യുമെൻ്റ് എന്തായാലും വേണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ആ സമൻസ് അനുസരിച്ച്, കോടതിയുടെ റിക്വസിഷൻ അനുസരിച്ച് അത് സമൻസ് ആ പറയുന്ന ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡോക്യുമെൻ്റോ അതല്ലെങ്കിൽ ഒരു വസ്തുവോ അത് എന്താണ്, അപ്പം ആ മതീഷിൻ്റെ കയ്യിൽ ഈ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. പറഞ്ഞിട്ട് കേൾക്കാത്തവനെ അപ്പം എന്ത് ചെയ്യണം, വാറണ്ട് കണ്ടു കഴിഞ്ഞാൽ എവിടെയാണോ ആ സ്ഥലം സെർച്ച് ചെയ്ത് എന്ത് ചെയ്യുക, ഈ ഡോക്യുമെൻറ്റിനെ എടുത്തുകൊണ്ട് വരിക. അതാണ് ഒരു സാഹചര്യം പറയുന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്നു ഏത് ഡോക്യുമെൻ്റോ ഒരു വസ്തുവോ ആയിക്കൊള്ളട്ടെ, അത് എന്താണ്, ഏത് വ്യക്തിയുടെ കയ്യിലാണ്, അപ്പം A എന്ന് പറയുന്ന പേഴ്സൻ്റെ കയ്യിലാണോ B എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ കയ്യിലാണോ എന്ന് ഉള്ളത് എന്നൊരു ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ എന്താണ്, ആ പ്ലേസുകൾ നമ്മൾക്ക് സെർച്ച് ചെയ്ത് നമ്മൾക്ക് ആ ഡോക്യുമെൻറ്റിനെയോ ആ തിങ്ങിനെയോ, രണ്ട് വേണമെങ്കിലും കാര്യങ്ങൾ, ഡോക്യുമെൻ്റ് ആകാം, എന്താണോ മെറ്റീരിയൽ ഒബ്ജക്റ്റ്, ആ തിങ്സ് വേണമെങ്കിൽ നമ്മൾക്ക് അതിനെ അവിടുന്ന് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്ത കാര്യം പറയുന്നു, ഒരു കോടതി എന്താണ് കൺസിഡർ ചെയ്യുകയാണ് ഈ പർപ്പസസ് ഓഫ് എനി എൻക്വയറി. അപ്പോൾ ഒരു ഇൻക്വയറിയുടെ പർപ്പസിലേക്ക് വേണ്ടിയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇൻക്വയറി അന്വേഷണ വിചാരണയുടെയൊക്കെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഇൻക്വയറിയുടെയോ ട്രയലിൻ്റെയോ മറ്റ് പ്രൊസീഡിങ്സിൻ്റെയോ. അപ്പോൾ ഈ സംഹിത പ്രകാരം നമ്മൾ പഠിക്കുന്ന BNSS പ്രകാരം ഇതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഇൻക്വയറി നടക്കണം അല്ലെങ്കിൽ ട്രയൽ നടക്കണം, അതിന് വ്യക്തമായ ഡോക്യുമെൻ്റ് ഒക്കെ വേണം. അത് വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ, അത് വെച്ചിട്ട് നമുക്ക് വിചാരണ തുടങ്ങാൻ പറ്റുള്ളൂ. എങ്ങനെ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ സെർച്ചോ അതല്ലെങ്കിൽ ഇൻസ്പെക്ഷനോ ഓർഡർ ഇടാവുന്നതാണ് മൂന്നാമത്തെ സാഹചര്യം. ഇനി അതല്ല, ഇതിനെന്ന് പറയുമ്പോൾ കോടതിക്ക് ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദ പേഴ്സൺ ടു ഹോം, ആർക്കാണോ നമ്മൾ ഇങ്ങനെ ഒരു വാറണ്ട് ഡയറക്റ്റ് ചെയ്യുന്നത് അവിടെ സെർച്ച് അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് ആ പ്രൊവിഷൻ, ഇനി ഇതൊന്നുമല്ല, ഒരു ജനറൽ പ്രൊവിഷൻ അനുസരിച്ച് ജനറൽ സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ ഒരു പ്രൊമൈസുകൾ എവിടെയാണോ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾക്ക് ഈ സംഹിത അനുസരിച്ച് എന്താണ്, ഇനി ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന, ഓക്കെ, സെർച്ച് ചെയ്താൽ നമ്മൾക്ക് എപ്പോൾ വാറണ്ട് ഇഷ്യൂ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 സാഹചര്യങ്ങളാണ് കണ്ടത്.
ഒരു കോടതിക്ക് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്, അയാളുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അത് കൊണ്ടുപോടാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുവരാത്ത സാഹചര്യത്തിലോ ആരുടെ കയ്യിലാണ് വ്യക്തമായിട്ട് ഈ ഡോക്യുമെന്റ് ഇരിക്കുന്നത് എന്ന അറിവില്ലാത്ത, കോടതിക്ക് നിശ്ചയമില്ലാത്തൊരു സാഹചര്യത്തിലോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇൻക്വയറിയുടെയോ ട്രയലിൻ്റെയോ കോടതിയുടെ മറ്റാവശ്യങ്ങൾ എന്തായിരിക്കും? ഇൻക്വയറി, ട്രയൽ, ഈ വക കാര്യങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് കോടതിക്ക് സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം. ഇനി ഈ സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇനി എങ്ങനെ ആയിരിക്കണം? വാറണ്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ കോടതി വിചാരിക്കുന്നത് എന്താണ്? സ്പെസിഫൈ ദ വാറണ്ട്. അപ്പൊ അങ്ങനെ എല്ലായിടത്തും തോന്നുന്ന എല്ലാ സ്ഥലത്തും ഈ വാറണ്ട് കൊണ്ട് പോകുന്ന മതീഷിന് കാണുന്ന എല്ലാ സ്ഥലങ്ങളും കയറി ഇറങ്ങി അരിച്ചു പറക്കി നോക്കാൻ പറ്റില്ല. അപ്പോൾ വാറണ്ടിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഒരു പർട്ടിക്കുലർ പ്ലേസ്, അല്ലെങ്കിൽ ഏത് ഒരു പ്രൊമൈസ് ആയിക്കോട്ടെ, ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, ഡ്വെല്ലിംഗ് ഹൗസ് ആയിക്കോട്ടെ, ടെന്റ് ആയിക്കോട്ടെ, വെസൽ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും പ്ലേസുകളായിക്കോട്ടെ, അതിനെ അടച്ചിട്ടതാണെങ്കിലും അടയ്ക്കാതെയുള്ളതാണെങ്കിലും ഓപ്പണായി കിടക്കുന്ന സ്ഥലമാണ് എന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യണം. ഏത് സ്ഥലമാണ്, ഒരു പാർട്ട് മാത്രമാണോ, പ്രിമൈസ് ആണോ, ഈ വ്യക്തമായി പറയുക എവിടേക്കാണ് സെർച്ച് ചെയ്യാനുള്ള അനുമതി എന്ന് നോക്കാം. ദെൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ദ പേഴ്സൺ ആ വാറന്റ് എക്സിക്യൂട്ട് നടപ്പിലാക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അതിനുശേഷം എന്ത് ചെയ്യണം? സെർച്ച് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ഓൺലി ദ പ്ലേസ് ഓർ പാർട്ട് സ്പെസിഫൈഡ് എന്നുള്ളതാണ്. അതും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെർച്ച് അല്ലെങ്കിൽ സീഷർ എന്ന് പറയുന്നിടത്ത് സെർച്ച് ചെയ്യാൻ നമ്മൾക്ക് വാറണ്ട് വന്നു, ആ സെർച്ച് നടപ്പിലാക്കുന്ന മതീഷിന് അങ്ങനെ തോന്നുന്ന സ്ഥലത്ത് പോയി നടന്ന് അരിച്ചു പെറുക്കി നോക്കാൻ പറ്റത്തില്ല. വാറണ്ടിനകത്ത് എഴുതി പിടിച്ചിട്ടുണ്ട് ഏത് സ്ഥലത്താണ്, അവിടെ മാത്രം കയറി സെർച്ച് നടത്തുക എന്നുള്ളതാണ്. ഇനി അടുത്ത് പറയുന്നു ഈ സെക്ഷനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, എനി മജിസ്ട്രേറ്റ് അതർ ദാൻ എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ? ഏത് മജിസ്ട്രേറ്റിനും, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലാതെ ഏത് മജിസ്ട്രേറ്റിനും വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. സെർച്ച് ഒരു ഡോക്യുമെന്റിന് വേണ്ടിയിട്ടോ ഒരു പാഴ്സലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇനി ഒരു പോസ്റ്റൽ അതോറിറ്റി, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി അവിടെ മൂന്നാമത്തെ ഒരു പ്രൊവിഷൻ പറയുന്നത് നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ സെക്ഷൻ ഷോൾ ഓതറൈസ് എനി മജിസ്ട്രേറ്റ് അതർ ദാൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റൽ അതോറിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഒരു ഡോക്യുമെന്റ്, പോസ്റ്റൽ അതോറിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അതൊരു കസ്റ്റഡിയിലുള്ളതാണ്, അതൊരു വ്യക്തിയുടെ കയ്യിലുള്ളതല്ല. അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഇപ്പോഴവരുടെ കയ്യിലുണ്ട്, അവരത് ഡെലിവറി ചെയ്തിട്ടില്ല, ഇപ്പോൾ അവർ കയ്യിലുള്ള ഒരു സംഗതിയിൽ അത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ ആണ് അതിനുള്ള വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഉള്ളത്. ഓക്കെ, അപ്പോൾ 96 പ്രകാരം പറയുന്നതാണ് എപ്പോഴാണ് നമ്മൾ സെർച്ച് നടത്താൻ പറ്റുന്നത്. 3 സാഹചര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. സമൻസ് അയച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റ് കൊണ്ടുവരാത്ത സാഹചര്യങ്ങളിൽ, അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാണെന്ന് അറിയില്ല, അതും അല്ല എന്നുണ്ടെങ്കിൽ ഇനി മൂന്നാമത്തെ ഒരു സി എന്ന് പറയുന്ന പ്രൊവിഷൻ അനുസരിച്ച് ഇൻക്വയറിയുടെ ട്രയലിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട്. ഇനി 97 പറയുന്ന മറ്റൊരു സംഗതിയാണ് എപ്പോഴാണ് സെർച്ച് ഓഫ് പ്ലേസ് സസ്പെക്റ്റഡ് ടു കണ്ടെയ്ൻ. ഇനി നമ്മൾ എവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്തിടെയായിട്ട് വളരെയധികം മോഷണം നടക്കുന്നു. മോഷണ വസ്തുക്കളെല്ലാം എവിടെയാണ്? എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ കൂട്ടി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടുന്നു. അതായത് നമ്മൾ പറഞ്ഞു വരുന്ന സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലേസ് സെർച്ച് ചെയ്യാൻ വാറണ്ട് ഇഷ്യൂ ചെയ്യുകയാണ്. അത് വെറുതെ ഉള്ളൊരു പ്ലേസ് അല്ല, സസ്പെക്ട് ചെയ്തിരിക്കുന്ന നമുക്ക് സംശയമുള്ളൊരു സ്ഥലമാണ്. അതായത് മോഷണ വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചതായി വിവരം കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ കളവ് മുതൽ, അപ്പോൾ സെർച്ച് ഓഫ് എ പ്ലേസ് സസ്പെക്റ്റഡ് ടു കണ്ടെയ്ൻ സ്റ്റോളൻ പ്രോപ്പർട്ടി. അപ്പോൾ സ്റ്റോളൻ പ്രോപ്പർട്ടി മാത്രമല്ല അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫോർജ് ഡോക്യുമെന്റ്, ഫോർജ്ഡ് ആയിട്ടുള്ള, അതായത് കളവ് മുതൽ വ്യാജ നിർമ്മിത രേഖകൾ മുതലായവ. അപ്പൊ കളവ് മുതലോ വ്യാജ നിർമ്മിത രേഖകൾ, ഫോർജ്ഡ് ഡോക്യുമെന്റ്സ്, ഇതൊക്കെ ഉള്ളതായിട്ട് സംശയിക്കുന്ന സ്പേസുകൾ, സ്ഥലങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഈ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ അതല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റോ അതല്ല എന്നെങ്കിൽ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ 3 പേർക്കാണ് ഇവിടെ അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്. ഇനി ഇവർക്കൊരു വിവരം ലഭിക്കുകയാണ്, എന്താണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ഇൻഫർമേഷന് ഒരു ഇൻക്വയറി, ഓക്കെ, കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്നറിയാം. അങ്ങ് ചുമ്മാ അങ്ങ് ചാടിക്കയറി എവിടേക്ക് പോയാൽ പോരാ. ഓക്കെ, ആഫ്റ്റർ ആൻ ഇൻക്വയറി അതിനും ശേഷം എന്താണ്, ഇത് അങ്ങേയറ്റ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, അത് മാത്രമല്ല അങ്ങനെ വിശ്വസിക്കത്തക്ക കാരണങ്ങളുമുണ്ട്. എന്ത് കാരണങ്ങളാണ്? ഈ സ്ഥലം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് സ്റ്റോളൻ പ്രോപ്പർട്ടി, അതായത് എന്താണ്, ഈ പ്ലേസ് ഈസ് യൂസ്ഡ് ടു ഡെപ്പോസിറ്റ് സ്റ്റോളൻ പ്രോപ്പർട്ടി. അത് മാത്രമല്ല, ഇനി അത് സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ സെയിലിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതോ അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിന്റെ സെയിലിനോ പ്രൊഡക്ഷനോ ഇനി ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾ, അതായത് ഈ സെക്ഷൻ അനുസരിച്ച്, ഈ സെക്ഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്റ്റോളൻ പ്രോപ്പർട്ടിയോ ഫോർജ്ഡ് ഡോക്യുമെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കളവ് മുതലുമുണ്ട്, വ്യാജ നിർമ്മിത രേഖകളുമുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രൊഡക്ഷൻ? അപ്പൊ ഇതാണ് ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ. ഈ സെക്ഷൻ അനുസരിച്ച് 97 പ്രകാരം ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ എന്താണ്, ഈ സെക്ഷൻ അപ്ലൈ ചെയ്യുന്ന അതാണ് ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ സെയിലിന് വേണ്ടി കൂട്ടിവെക്കുക, അതല്ലെങ്കിൽ വ്യാജമായിട്ട് അവിടെ നിന്ന് നിർമ്മിച്ചാലും മതി. അപ്പൊ ഇതൊക്കെ ഉള്ളതായിട്ട് സംശയിക്കപ്പെടുന്ന വസ്തുക്കൾ എവിടെയാണോ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് അവിടെ, അപ്പം ഇവിടെ ഹി എന്ന് പറയുന്ന ആരാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്സിനോ എന്താണ് ഇൻഫർമേഷൻ കിട്ടുന്നു. അത് ഇൻഫർമേഷൻ ചിലപ്പോൾ പോലീസായിരിക്കും അവിടെ ഇൻഫർമേഷൻ കൊടുക്കുന്നത്, ഇന്ന സ്ഥലം ഞങ്ങൾക്ക് സെർച്ച് ചെയ്യണം, ഇന്ന വ്യക്തമായ തെളിവുകളുണ്ട്. ഓക്കെ, അങ്ങനെയാണ് വാറന്റ് ഓതറൈസ് ചെയ്യുന്നു എനി പോലീസ് ഓഫീസർ എബോവ് ദ റാങ്ക് ഓഫ് എ. അപ്പൊ കോൺസ്റ്റബിൾ റാങ്കിന് മുകളിലേക്കുള്ള ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ആ സ്ഥലങ്ങൾ എന്ത് ചെയ്യാം, അവിടെ പ്രവേശിക്കുന്നതിനും സെർച്ച് നടത്തുന്നതിനുമുള്ള വാറന്റ് ഓതറൈസ് ചെയ്തു കൊടുക്കുന്നു. 97 എന്ന് പറയുന്ന സെക്ഷന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോളൻ പ്രോപ്പർട്ടി, കളവ് മുതലും അതുപോലെ തന്നെ ഫോർജ്ഡ് ഡോക്യുമെന്റ്സ്, വ്യാജ നിർമ്മിത രേഖകളും ഉണ്ടാക്കുകയും സൂക്ഷിക്കുകയും, അതുപോലെ തന്നെ ഈ കളവ് വസ്തുക്കൾ എന്ന് പറയുന്നത് സൂക്ഷിച്ചു വെക്കുക, സെയിലിന് വേണ്ടി കൊടുക്കുക, വിൽക്കുക, ഇങ്ങനെ പറയുന്ന പരിപാടികളൊക്കെ നടത്തുന്ന സ്ഥലത്ത്. പിന്നെ ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഈ 97 അനുസരിച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റോ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്സോ ആയിരിക്കും. ഓക്കെ, ഇനി ഈ 3 പേരും വാറന്റ് ഇഷ്യൂ ചെയ്യുന്നു. ആരാണിത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ആർക്കാണ് ഇത് ഓതറൈസ് ചെയ്ത് കൊടുക്കുന്നത്? എനി പോലീസ് ഓഫീസർ എബോവ് ദ റാങ്ക് ഓഫ് എ കോൺസ്റ്റബിൾ ആയിരിക്കണം. കോൺസ്റ്റബിളിനും റാങ്കിന് മുകളിലുള്ള ഏതൊരു ഉദ്യോഗസ്ഥനുമായി ആ സ്ഥലങ്ങൾ പ്രിമൈസുകൾ എൻ്റർ ചെയ്യുന്നതിനും സെർച്ച് നടത്താനും പറ്റും. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ പറഞ്ഞു, ഓക്കെ, എന്താണ്, നമ്മൾക്കൊരു വാറണ്ട് കിട്ടി. ഓക്കെ, വാറണ്ട് നടപ്പിലാക്കാൻ മതീഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോവുകയാണ്. അപ്പോൾ മതീഷിന് എന്തിനൊക്കെയുള്ള അധികാരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതീഷ് വാറണ്ടും കൊണ്ട് പോവുകയാണ്. എന്താണ്, അവിടെ എൻ്റർ ചെയ്യുന്നതിനും, അതല്ല വിത്ത് സച്ച് അസിസ്റ്റന്റ് ആസ് മേ ബി റിക്വയർഡ് സച്ച് പ്ലേസ് എന്നുള്ളതാണ്. വെറുതെ ഒന്നുമല്ല മതീഷ് ഈ വാറണ്ടും കൊണ്ട് പോകുന്നത്. എൻ്റെ കയ്യിൽ വാറണ്ട് ഉണ്ട്, ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാ അസിസ്റ്റൻസും എന്താണ്, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ എന്താണ്, സെർച്ച് ചെയ്യാൻ ഞാൻ ചുമ്മാ നെഞ്ചും മരിച്ച് കയറി പോയാൽ പോരല്ലോ. എന്തൊക്കെയാണോ അവിടെ, ചിലപ്പോൾ അടച്ചിട്ട സ്ഥലമായിരിക്കും. അടച്ചിട്ട സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അത് ബൂട്ട് തുറക്കാൻ ആൾ വേണം. ഓക്കെ, ബ്രേക്ക് ഓപ്പൺ ഒക്കെ ചെയ്യാം, നമുക്ക് തുറന്ന് അതിനകത്തേക്ക് കയറിപ്പോകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ നമ്മളെ എതിർക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഒറ്റയ്ക്ക് പോയാൽ പറ്റത്തില്ല, അതിനനുസരിച്ച് ഫോഴ്സ് വേണം. ഇനി ഇത് ആരുടെ പേരിലുള്ള സ്ഥലമാണോ അയാൾ ഈ കോടതിയുടെ ഉത്തരവിനെ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. അവിടെ ചെല്ലുമ്പം പറയുന്ന സ്ഥലങ്ങളൊക്കെ തുറന്നൊക്കെ കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ അതാണ് ഈ അസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ മതീഷിന് അവിടെ ചെല്ലാനും ആ പ്രിമൈസുകളിൽ എൻ്റർ ചെയ്യാൻ വെറുതെ എൻ്റർ അല്ല, വിത്ത് അസിസ്റ്റൻസ് ആണ്. അത് മാത്രമല്ല കയറി കഴിഞ്ഞാൽ അവിടെയൊക്കെ പരതി നോക്കാനും സെർച്ച് ചെയ്യാനും വെറുതെ ഓടി നടന്ന് അങ്ങ് നോക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണോ ആ പറയുന്ന വാറണ്ടിൽ ഓതറൈസ് ചെയ്യുന്ന മാനറിൽ വേണം അതിനകത്ത് എന്ത് ചെയ്യാനായിട്ട്, സെർച്ച് നടത്താൻ. അത് മാത്രമല്ല, ഓക്കെ, അവിടെ ചെന്നു, അവിടെ സെർച്ച് നടത്തി, അവിടെ കണ്ടിട്ടിങ് പോരുവാണോ വേണ്ടത്? അല്ല, അവിടെ ചെന്ന് എന്തിനാണോ നമ്മൾ ആ പ്രിമൈസിൽ ആ പറയുന്ന സ്ഥലത്ത് നമ്മൾ എൻ്റർ ചെയ്തത് അവിടെ ചെന്ന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് വരണം. അതാണ് എന്താണ് മൂന്നാമത് പറയുന്ന
ടേക്ക് പൊസഷൻ ഓഫ് എനി പ്രോപ്പർട്ടി ഓർ ആർട്ടിക്കിൾ. അവിടെ എന്താണ് ഫൗണ്ട് വിച്ച് എന്താണ് റീസണബിളി സസ്പെക്ട്സ് ടു ബി സ്റ്റോളൻ പ്രോപ്പർട്ടി. അപ്പോൾ അവിടെ സംശയിക്കത്തക്കതായ മോഷണ വസ്തുവാണ് എന്ന് നമുക്ക് സംശയം തോന്നുന്ന വസ്തുക്കളെയൊക്കെ, അത് മാത്രമല്ല 97 സെക്ഷൻ പ്രകാരം ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഫോർജ്ഡ് ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ ഈ ഫോർജ്ഡ് ഡോക്യുമെന്റുകൾ എന്ന് പറയുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാൻ എന്താണ് ഉപയോഗിക്കുന്ന വസ്തുക്കളും കാണുമല്ലോ. ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രിന്ററുകൾ, മഷി, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഇതെല്ലാം കാണും. അപ്പോൾ ഇതെല്ലാം അവിടുന്ന് എടുത്തുകൊണ്ട് വരാം. ഇനി അത് മാത്രമല്ല, ഈ പ്രോപ്പർട്ടികളെയെല്ലാം എത്രയും വേഗം എന്ത് ചെയ്യണം, ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. അത് മാത്രമല്ല, അൺടിൽ ദ ഒഫൻഡർ ഈസ് ടേക്കൺ ബിഫോർ എ മജിസ്ട്രേറ്റ് ഓർ അതർവൈസ് ടു ഡിസ്പോസ് ഇൻ ദ സം പ്ലേസ് ഓഫ് സേഫ്റ്റി എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഒന്നുകിൽ ആ സ്പോട്ടിൽ തന്നെ സൂക്ഷിക്കുക, അതല്ലെങ്കിൽ ഇതിനെ എന്താണ് ഒഫൻഡറിനോടൊപ്പം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിനെ മറ്റേതെങ്കിലും ഒരു പ്ലേസിൽ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക. എന്തിനെയാണ്, നമ്മൾ ഇവിടെ ചെന്ന് സെർച്ച് ചെയ്ത് കണ്ടെടുത്ത വസ്തുക്കളെയാണ്. ഇനി അത് മാത്രമല്ല, ഈ കസ്റ്റഡിയിൽ എടുത്തതിനെല്ലാം എന്താണ് ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഇനി അവിടെ എന്താണ് ഹു അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ എന്താണ് പ്രിവി ടു ദ ഡെപ്പോസിറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ വസ്തുക്കൾ, ഈ ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസുകളൊക്കെ ആരാണോ, അപ്പോൾ അതിനോടൊപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ ഈ വസ്തുക്കൾ മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഓതറൈസേഷനുള്ള, ഇല്ലെങ്കിൽ ഇതൊക്കെ നോക്കി നടത്താൻ അധികാരപ്പെട്ട ഒരുത്തനെയും കൂടി നമുക്ക് അവിടുന്ന് കിട്ടിയെങ്കിൽ അവനെ കൂടി ഉൾപ്പെടെയാണ് നമ്മൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഈ ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ എന്താണ് ഫോർജ്ഡ് ചെയ്ത ഡോക്യുമെന്റുകൾ എന്ന് പറയുന്നതിനകത്തേക്ക് വരുന്നതാണ് ഇതെല്ലാം. ഈ 97 അനുസരിച്ച് ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ ഇതാണ്. കൗണ്ടർ ഫീറ്റ് കോയിൻ, അതായത് എന്താണ് കപടാനുകരണത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് കള്ളനാണയം, ഓക്കെ, കൗണ്ടർ ഫീറ്റ് കോയിൻ. അത് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് കോയിനേജ് ആക്ട് പ്രകാരം പീസ് ഓഫ് മെറ്റൽസ്, ഈ കോയിൻസ് ഒക്കെ കള്ളത്തരത്തിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലേക്ക് എന്താണ് ഈ നിലവിലുള്ള ഏതെങ്കിലും കസ്റ്റംസ് ആക്ട്, അപ്പം കസ്റ്റംസ് നിലവിലുള്ള നിയമപ്രകാരം ആ നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും. അപ്പോൾ ഈ കോയിനേജ് ആക്ട് പ്രകാരം അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽസ്, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന മെറ്റലുകളെ എന്താണ് കസ്റ്റംസ് ആക്ട് പ്രകാരം ഇവിടേക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾക്ക് ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളുകളാണ്. അതുമാത്രമല്ല കൗണ്ടർ ഫീറ്റ് കോയിൻ മാത്രമാണോ, അല്ല, കള്ള നാണയങ്ങൾ മാത്രമല്ല കള്ള നോട്ടുകളുമുണ്ട്. കൗണ്ടർ ഫീറ്റ് കറൻസി നോട്ട്, കൗണ്ടർ ഫീറ്റ് സ്റ്റാമ്പുകൾ, ഫോർജ്ഡ് ആയിട്ടുള്ള വ്യാജനിർമ്മിത രേഖകൾ, ഫാൾസ് സീലുകൾ, ആർക്ക് ഏത് സീല് വേണം, ഏത് ഓഫീസിന്റെ സീല് വേണം സീല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സീലുകൾ. ഇനി ഒബ്സീൻ മെറ്റീരിയൽ, ഒബ്സീൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് റെഫേർഡ് ഇൻ സെക്ഷൻ 294 ഓഫ് ദ BNS പ്രകാരം അശ്ലീലപരമായിട്ടുള്ള വസ്തുക്കൾ, പ്രദർശന വസ്തുക്കൾ, അത് 294 പ്രകാരമുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഇനി ഇത് മാത്രമല്ല, ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾസ് എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ കണ്ട A മുതൽ F വരെയുള്ള, അപ്പോൾ A തൊട്ട് F വരെ എന്തൊക്കെയാണ് നമ്മൾ കണ്ട ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? കൗണ്ടർ ഫീറ്റ് കോയിനുകളുണ്ട്, പീസ് ഓഫ് മെറ്റൽസ്, അതായത് കസ്റ്റംസ് ആക്ട് പ്രകാരം ആ ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെറ്റലുകൾ, കൗണ്ടർ ഫീറ്റ് കറൻസികൾ, സ്റ്റാമ്പുകൾ, ഫോർജ്ഡ് ഡോക്യുമെന്റുകൾ, ഫാൾസ് സീലുകൾ, ഒബ്സീൻ മെറ്റീരിയൽസ്, ഒബ്ജക്റ്റുകൾ. അത് സെക്ഷൻ 294 ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 294 അനുസരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണോ? ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, ഇതെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ അതും നമ്മൾ എന്ത് ചെയ്യും? അതും ഈ പറയുന്ന ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളുകൾ എന്ന് പറയുന്ന സെക്ഷൻ 97 ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിനെല്ലാം അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരാം, സെർച്ച് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് സീസ് ചെയ്ത് എടുത്തുകൊണ്ട് വരാമെന്നാണ്. ഇനി സെക്ഷൻ 98 പറയുന്നത് പവർ ടു ഡിക്ലെയർ സർട്ടൻ പബ്ലിക്കേഷൻസ് forfeited and to issue search warrants for the same. സെക്ഷൻ 98 പറയുന്നത്
ചില പ്രസിദ്ധീകരണങ്ങൾ, അതായത് സർട്ടൻ പബ്ലിക്കേഷൻസിനെ ചില പ്രസിദ്ധീകരണങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, അതിനെ ഫൊർഫീറ്റ് ചെയ്യാൻ പോവുകയാണ്, കണ്ടുകെട്ടാൻ പോവുകയാണ്. അതായത് ഫൊർഫീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കണ്ടുകെട്ടാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഫോർഫീറ്റഡ് ആൻറ്റി ഇഷ്യൂ സെർച്ച് വാറണ്ട്, അത് കണ്ടുകെട്ടുകയും വേണം, പിടിച്ചെടുക്കണം എന്നുള്ളതാണ്. കണ്ടുകെട്ടുകയും വേണം. അത് മാത്രമല്ല, അങ്ങനെയുള്ള ഈ ചില പ്രസിദ്ധീകരണങ്ങൾ ഉള്ള സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ള അനുമതിയും നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എവിടെയാണ്, അപ്പോൾ ഇനി അങ്ങനെ 98 പ്രകാരം എവിടെയൊക്കെയാണോ, ഏത് തരത്തിലുള്ളതാണോ, ഇനി ന്യൂസ് പേപ്പറോ ബുക്കോ ഡോക്യുമെൻറ്റുകളോ ആകാം. അപ്പോൾ ന്യൂസ് പേപ്പർ, ബുക്ക്, ഡോക്യുമെൻറ്റുകൾ ഇത് വേറെ അതെവിടെയാണോ പ്രിന്റ് ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ നിയമപ്രകാരം സെക്ഷൻ 152, 196 അനുസരിച്ചോ അതല്ലെങ്കിൽ 197, 294, 295, 299 BNSS ഒക്കെ അനുസരിച്ച് നമ്മൾ തൊട്ട് മുമ്പ് ഒരെണ്ണം കണ്ടു, ഒബ്സീൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിന് അപ്പം 152, 196, അതുപോലെ തന്നെ 197, 294 ഈ പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ അനുസരിച്ച് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ, ഈ പറയുന്ന തരത്തിലുള്ള ഇപ്പൊ ചില സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേജിങ് വാർ നടത്തണം. അപ്പം സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ, ലഘുലേഖകൾ ഉണ്ടാക്കി കൊടുക്കുക, 2 മതവിഭാഗങ്ങൾ തമ്മിൽ, 2 റിലീജിയൻസ് തമ്മിൽ. അപ്പോൾ ഈ തരത്തിലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ ബുക്കുകളോ പാംപ്ലെറ്റുകളോ പ്രസിദ്ധീകരണങ്ങളോ ഒക്കെ എന്ത് ചെയ്യുകയാണ്, പിടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സെർച്ച് ചെയ്യുന്നതിനും അത് പിടിച്ചെടുക്കുന്നതിനും. അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇത്രയും ഡോക്യുമെൻറ്റുകൾ കെട്ടുകണക്കിന് ഉണ്ടാക്കി വെച്ചതായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ബുക്കുകളാകാം, ന്യൂസ് പേപ്പറുകളാകാം. അപ്പോൾ അത് എവിടെയോ പ്രിന്റ് ചെയ്തതായിക്കൊള്ളട്ടെ, മറ്റേ ഏത് സ്ഥലത്ത് പ്രിന്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ചെല്ലാനും അവിടെ പ്രവേശിക്കാനും അതിനെയാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഫൊർഫീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി അത് മാത്രമല്ല, എവരി കോപ്പി ഓഫ് സച്ച് ബുക്ക് എന്നുള്ളത്, അങ്ങനെയുള്ള ബുക്കെന്ന് മാത്രം ഉദ്ദേശിക്കേണ്ട, ബുക്കാണെങ്കിൽ ബുക്ക്, പാംപ്ലെറ്റുകളാണെങ്കിൽ അത്, നോട്ടീസുകളാണെങ്കിൽ അങ്ങനെ, ന്യൂസ് പേപ്പറുകളാണെങ്കിൽ അങ്ങനെ, ഓക്കെ. അതർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടപ്പെടുകയും അതിനുശേഷം ഈ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഇതിനെയെല്ലാം സീസ് ചെയ്യുകയും, എവിടെയാണോ ഇന്ത്യക്കകത്ത് എവിടെ വെച്ചിട്ടാണോ ഇതിനെയെല്ലാം കണ്ടുകിട്ടുന്നത് അവിടെ വെച്ച് ഇതിനെ സീസ് ചെയ്യുകയും, അത് മാത്രമല്ല എനി മജിസ്ട്രേറ്റ്, ഏത് മജിസ്ട്രേറ്റിനും എന്ത് ചെയ്യാം, ബൈ വാറണ്ട്. അപ്പം ഇവിടെ ഫസ്റ്റ് ക്ലാസ് എന്നോ സെക്കൻഡ് ക്ലാസ് എന്നോ ഡിസ്ട്രിക്റ്റ് എന്നോ സബ് ഡിവിഷണൽ എന്നോ അങ്ങനെയൊന്നും വ്യത്യാസമില്ല. ഏത് മജിസ്ട്രേറ്റിനും ഈ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായിട്ട് ഈ തരത്തിലുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ വരുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പ്രവേശിക്കുന്നതിന് അതിൻ്റെ എല്ലാ കോപ്പികളും സീസ് ചെയ്യുന്നതിനും ഒക്കെയുള്ള എന്ത് ചെയ്യാം, അത് വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി അങ്ങനെയുള്ള പ്രിമൈസുകളിൽ ഏതെങ്കിലും ഒരു കോപ്പി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുക്കോ അതെങ്കിലും മറ്റ് ഡോക്യുമെന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര കോപ്പി ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിനെ നമ്മൾക്ക് പിടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ വാറണ്ട് ഓതറൈസ് ചെയ്യുന്ന പോലീസ് ഓഫീസർക്ക് അവിടെ പ്രവേശിക്കുന്നതിനും ഇതിനെയെല്ലാം എന്ത് ചെയ്യാൻ, കണ്ടുകെട്ടുന്നതിനുമുള്ള അധികാരമുണ്ട്. ഇനി സെക്ഷൻ 99 അനുസരിച്ച് അത് മാത്രമല്ല, ഈ സെക്ഷനും 99 ഈ വരാൻ പറയുന്നത് 99 എന്ന് പറയുന്ന സെക്ഷനും അനുസരിച്ച് ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ ബുക്ക് എന്നൊക്കെ പറയുന്നത് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ബുക്സ് ആക്ട് പ്രകാരമുള്ള ന്യൂസ് പേപ്പറിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും, ന്യൂസ് പേപ്പർ എന്താണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ, അത് തന്നെ ന്യൂസ് പേപ്പറാണ്. അത് മാത്രമല്ല ബുക്സ് എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്, അത് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ബുക്കെന്നല്ല, വായിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പാംപ്ലെറ്റുകളായിട്ട്, ചെറിയ ലഘുലേഖകൾ പോലെയൊക്കെ അച്ചടിച്ച് വിതരണം ചെയ്യത്തില്ല, അതൊക്കെ. ഡോക്യുമെന്റുകൾ എന്ന് പറഞ്ഞാൽ അത് പെയിന്റിങ് ആകാം, ഡ്രോയിങ് ആകാം, ഫോട്ടോഗ്രാഫ്, അതർ വിസിബിൾ റെപ്രസെന്റേഷൻസ്, അത് നോക്കിക്കോണം. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറ്റകൃത്യമായിട്ടുള്ളതാണ്, വെറുതെ അല്ല ഈ ബുക്കുകളെ, പാംപ്ലെറ്റുകളെ, അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളെ നമ്മൾ കണ്ടുകെട്ടുന്നത്, നമ്മൾ പിടിച്ചെടുക്കുന്നത്. അത് നമ്മൾക്ക് ഈ രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റുള്ള രീതിയിലുള്ള ഒബ്സീനായിട്ടുള്ളതും ഒക്കെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഡോക്യുമെന്റുകളാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഡോക്യുമെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ കുറ്റകൃത്യങ്ങൾ നടത്താനായിട്ട് ആൾക്കാരെ പ്രചോദിപ്പിക്കുകയോ ഇല്ലെങ്കിൽ ചില വിവരങ്ങൾ കൈമാറുക. അപ്പോൾ
അപ്പോൾ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ഏതൊരുവൻ, അതൊരു പെയിൻറ്റിങ്ങിലൂടെ നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഡ്രോയിങ്, ഫോട്ടോഗ്രാഫ്, വിസിബിൾ റെപ്രസെൻറ്റേഷൻസ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഇനി അതുമാത്രമല്ല, എന്താണ് ഈ പറയുന്ന ഓക്കെ സെക്ഷൻ 99 അനുസരിച്ച് 99 അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് വാറണ്ടൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആക്ഷൻ ടേക്കൺ അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി, ഇതിനെ മറ്റ് എന്താണ് 99 സെക്ഷൻ അനുസരിച്ച്, അപ്പോൾ ഇത് പറയുന്ന പ്രൊവിഷൻ അനുസരിച്ച് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ, മറ്റൊരു തരത്തിൽ ഇതിനെ ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലം, ഒരു പ്രിമൈസ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഈ ബുക്ക്ലെറ്റുകളോ പാംപ്ലെറ്റുകളോ ന്യൂസ് പേപ്പറുകളോ ഈ തരത്തിലുള്ള 194, 294, 157, 52 ഒക്കെ കുറ്റകൃത്യങ്ങൾക്ക് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ഞങ്ങളുടെ സ്ഥലത്ത് സെർച്ച് വാറണ്ട് നടത്താൻ പറ്റത്തില്ല, അതിനെ ചലഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതാണ് അടുത്ത പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ആൻഡ് സീഷറാണ്. എപ്പോൾ സെർച്ച് നടത്താം. രണ്ടാമത് സ്റ്റോളൻ പ്രോപ്പർട്ടികളും കൗണ്ടർ ഫീറ്റഡ് കോയിൻസും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ചില പബ്ലിക്കേഷൻസ് ഒക്കെ പിടിച്ചെടുക്കുന്നതാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് റോങ്ഫുൾ ആയിട്ട് കൺഫൈൻ ചെയ്തിരിക്കുകയാണ്, അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ആൾക്കാരെ, തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, സെർച്ച് നടത്താൻ പോകുന്നു. അപ്പൊ സെക്ഷൻ 100 അനുസരിച്ച് നമ്മൾ ആരെയാണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? മതീഷിനെ അറിയാമോ, ഏതോ ഒരു സ്ഥലത്ത് റോങ്ഫുൾ ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്, അന്യായമായി വീട്ടു തടങ്കലിലാണ്. അപ്പോൾ ആ സ്ഥലം എന്താണ്? അപ്പോൾ മതീഷിനെ ആ സ്ഥലത്ത് നിന്ന് നമുക്ക് മോചിപ്പിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയി സെർച്ച് നടത്താനുള്ള അധികാരം. അപ്പോൾ എനി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്സിനോ വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്. നമ്മുടെ മതീഷ് എന്ന് പറയുന്ന ആളെ, മതീഷ് എന്ന് പറയുമ്പോൾ ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, അവിടെ എവിടെയോ കൺഫൈൻ ചെയ്തിട്ടുണ്ട്, തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അതായത് ഈ ചില സർക്കംസ്റ്റാൻസുകളിൽ എന്താണ് ഈ കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഒഫൻസാണ്. എന്നാൽ മതീഷ് ഒരു കുറ്റം നടത്തി, ഒരു കുറ്റകൃത്യം നടത്തി ആ മതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ കൺഫൈൻമെന്റ്. അവിടെ കൺഫൈൻമെന്റ് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് നിയമപ്രകാരമാണ് എന്താണ് ചാർജായി മതീഷിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അറസ്റ്റ് വാറണ്ട് നടത്തി അറസ്റ്റ് ചെയ്തു. എന്താണ് മതീഷ് ചെയ്ത കുറ്റത്തിനനുസരിച്ച് കോടതി എന്ത് പറഞ്ഞു, അത് ഗിൽറ്റി പേഴ്സൺ ആണെന്ന് കണ്ടെത്തി മതീഷിന് ശിക്ഷ കൊടുത്ത് ജയിലിൽ കിടക്കുന്ന ഒരാളല്ല കൺഫൈൻഡ്. ഇവിടെ എങ്ങനെയാണ് റോങ്ഫുൾ ആയിട്ട്, അന്യായമായിട്ടാണ് ഇപ്പോൾ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിച്ചൊരു വ്യക്തി, ആ തടങ്കൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മൾ തട്ടിക്കൊണ്ടു പോകുന്നത് തടങ്കലിൽ പാർപ്പിക്കുന്നതൊക്കെ കേട്ട ആൾക്കാരാണ്. അപ്പോൾ ആ തടങ്കലിൽ കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഒഫൻസ് ആയിരിക്കുകയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തടങ്കലിൽ വെച്ച ആളെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലം സെർച്ച് ചെയ്യാൻ വാറന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ആ സെർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, ഈ പറയുന്ന സെക്ഷൻ 100 അനുസരിച്ച് അവിടെ സെർച്ച് നടത്തുക, ആളെ കണ്ടുകിട്ടുകയാണെങ്കിൽ ഇപ്പോൾ എത്രയും വേഗം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സെക്ഷൻ 102 ഒരു കാര്യം പറയുന്നുണ്ട്, ഡയറക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട സെർച്ചും സീഷറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സെർച്ച് നടത്തുന്നതിന് സെർച്ച് വാറണ്ട് എങ്ങനെ ഇഷ്യൂ ചെയ്യണം, ഏതൊക്കെ സാഹചര്യത്തിലാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്, സമൻസ് എപ്പോഴാണ്, വാറണ്ട് എപ്പോഴാണ്, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അത് ഏതൊക്കെ സാഹചര്യങ്ങൾ. അപ്പോൾ ഈ വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ചിനുള്ള വാറണ്ടൊക്കെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 96 പ്രൊവിഷൻ 97 പ്രൊവിഷൻസ് അതൊക്കെ അനുസരിച്ച് എപ്പോഴും ആപ്ലിക്കബിൾ ആയിരിക്കും. ദെൻ അടുത്തതാണ് സെക്ഷൻ 103 പ്രകാരം പേഴ്സൺസ് ഇൻ ചാർജ് ഓഫ് ക്ലോസ്ഡ് പ്ലേസ് ടു അലോ സെർച്ച് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏത് വ്യക്തികളാണ് എന്നുള്ളതാണ്. ഈ ക്ലോസ്ഡ് പ്രിമൈസുകൾ കൊണ്ടുവന്ന് ചില സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ട ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ അടച്ചിട്ട സ്ഥലങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അടച്ചിട്ട സ്ഥലങ്ങളിലേക്ക് പരിശോധനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ ഓക്കെ,
അടച്ചിട്ട സ്ഥലത്ത് നമ്മൾക്ക് ഒരു വിവരം കിട്ടി, ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ കണ്ടല്ലോ ഫോർജ് ഡോക്യുമെന്റ്സുകളൊക്കെ സൂക്ഷിക്കുന്നതായിട്ട്, അങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി വിവരം കിട്ടിയപ്പോൾ ആര് പോവുകയാണ്? മതീഷ് പോവുകയാണ് അവിടേക്ക്. ഇല്ലെങ്കിൽ മതീഷാണ് ആ ക്ലോസ്ഡ് പ്രൊമൈസിൻ്റെ അതിൻ്റെ ഒരു ഓണർ എന്നുണ്ടെങ്കിൽ ഒരു പ്ലേസ് അത് ലയബിൾ ടു ബി ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സെർച്ച് നടത്താൻ വിധേയമായിട്ട് വാറണ്ട് ഉള്ള ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ, അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊമൈസ് ആണ് എന്നുണ്ടെങ്കിൽ, ഏത് പേഴ്സൺ ആണോ അവിടെ ചാർജ് ഉള്ളത് അല്ലെങ്കിൽ റിസൈഡ് ചെയ്യുന്നത്, അപ്പം ഈ വരുന്ന പോലീസ് ഓഫീസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് അത് തുറന്നു കൊടുക്കണം. അത് മാത്രമല്ല അവിടെ ഫ്രീ ആയിട്ട് ഇൻഗ്രസ് ചെയ്യാൻ വളരെ ഫ്രീ ആയിട്ട് അതിനകത്തേക്ക് കടക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത പറയുന്നത് ഇനി നമുക്ക് ഇൻഗ്രസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അതിനകത്തേക്ക് എൻട്രൻസ് എന്നുള്ളതാണ്. അതിനകത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 44 അനുസരിച്ച് ബ്രേക്ക് ഓപ്പൺ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഈ പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ആർട്ടിക്കിളൊക്കെ നമ്മൾ സെർച്ച് നടത്തി കണ്ടുകിട്ടുന്നുണ്ടെങ്കിൽ, ഇനി ആ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ആ സ്ഥലം മാത്രമല്ല അതിൻ്റെ ചാർജുള്ള വ്യക്തിയെ പരിശോധിക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇനി അത് ചാർജുള്ള ഏത് സ്ഥലത്തിൻ്റെ ആണോ, അല്ലെങ്കിൽ പോട്ടെ ഒരു ഓണർഷിപ്പ്, ഒരു ഉടമസ്ഥൻ എന്ന് വിചാരിക്കുക, ആ ഉടമസ്ഥൻ്റെയും നമ്മൾക്ക് പരിശോധിക്കാന്ന് പറയുമ്പോൾ ശരീരം എന്ന് പറയുന്നത് ദേഹപരിശോധനയ്ക്ക് ശരീരത്തൊക്കെ വല്ല വസ്തുക്കളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു വുമൺ ആണെങ്കിൽ എപ്പോഴും സെർച്ച് നടത്തേണ്ട വുമൺ പോലീസ് ഓഫീസർ തന്നെയായിരിക്കണം. അങ്ങനെ സെർച്ച് നടത്തുന്നതിന് മുമ്പ് ഇനി നമ്മളൊരു സ്ഥലത്ത് ചെന്ന് സെർച്ച് നടത്തുന്നതിന് മുമ്പ് 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റും അതുപോലെ റെസ്പെക്റ്റബിളും ആയിട്ടുള്ള അടുത്തൊക്കെയുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരണം. അതായത് ഇവർക്കും കപ്പാസിറ്റി ഉള്ള, അതായത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരിക. അതുമാത്രമല്ല അവിടെ ആ സെർച്ച് നടക്കുന്ന സ്ഥലങ്ങൾ അവസാനം എന്ത് ചെയ്യണം? സെർച്ച് നടത്തി കഴിഞ്ഞ് ഈ സെർച്ച് നടത്തി അവിടെ നിന്നുള്ള സാധനങ്ങൾ ആ മെമ്മോയൊക്കെ തയ്യാറാക്കി, ഒരു മെമ്മോറണ്ടമൊക്കെ നമ്മൾ തയ്യാറാക്കും, ആർട്ടിക്കിൾസിൻ്റെ അതെല്ലാം തയ്യാറാക്കിയിട്ട് ഈ സാക്ഷികളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഓക്കെ, ഈ സെർച്ച് എന്ന് പറയുന്നത് ഈ സാക്ഷികളുടെയൊക്കെ സാന്നിധ്യത്തിലാണല്ലോ നടത്തുന്നത്. അവിടെ നിന്ന് കണ്ടുകിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എവിടെയാണോ ഓഫീസർ എന്ന് പറയുന്നത് ആ സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഓഫീസറും സൈൻ ഇടണം. ഇനി എന്നാൽ ഏതെങ്കിലും ഒരു നോ പേഴ്സൺ വിറ്റ്നസിങ് എ സെർച്ച് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി റിക്വയർഡ് ടു അറ്റൻഡ് ദ കോർട്ട് ആസ് എ വിറ്റ്നസ് ഓഫ് ദ. ഇനി അതായത് ആ സെർച്ച് നടക്കുന്ന സാഹചര്യത്തിൽ സാക്ഷികളായിട്ടുള്ള ആൾക്കാരൊക്കെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ കോടതിയിൽ ട്രയലൊക്കെ വരുമ്പോൾ കോടതി ആവശ്യപ്പെട്ട കോടതിയിലും വരേണ്ടതാണ്. ഇനി ഈ ഒക്കുപ്പൻ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു സ്ഥലത്ത് സെർച്ച് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഉണ്ടായിരുന്നല്ലോ, അയാളെയാണ് നമ്മൾ ഒക്കുപ്പൻ്റ് എന്ന് വിളിക്കുന്നത്. അതല്ലെങ്കിൽ ഒക്കുപ്പൻ്റോ അല്ല, നമ്മൾ ചിലപ്പോൾ ഇത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികളായിക്കോട്ടെ, ആരായാണ് ഈ സെർച്ചിൻ്റെ സമയത്ത് ആ സമയത്ത് മൊത്തം അയാളും കൂടെ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോപ്പി ഫ്രീ ഓഫ് കോസ്റ്റിന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ എല്ലാം ഒരു കോപ്പി എടുക്കുക, അദ്ദേഹത്തിനും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഏതൊരു വ്യക്തിയാണോ റീസണബിൾ കോസ് ഇല്ലാതെ, വ്യക്തമായ കാരണങ്ങളില്ലാതെ ഇതേപോലെ ഒരു സ്ഥലം സെർച്ച് ചെയ്യാൻ അനുവദിക്കാത്തതും, അതല്ല എന്നുണ്ടെങ്കിൽ ആ സെർച്ചിൻ്റെ സമയത്ത് അയാൾ സാക്ഷിയായിട്ട് അവിടെ നിൽക്കാത്തതുമാണ്, അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ എപ്പോഴാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് സെർച്ചിന് ചെല്ലുമ്പോൾ ആ പറയുന്ന ഓഫീസറിനെ സെർച്ച് നടത്താൻ അനുവദിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്. 222 അനുസരിച്ച് BNS ആണ്, BNSS അല്ല. കുറ്റങ്ങൾ എപ്പോഴും പറയുന്നത്, കുറ്റകൃത്യങ്ങൾ എപ്പോഴും പറയുന്നത് BNS ആയിരിക്കും, അത് മറന്നു പോകില്ല. BNSS-ൽ അതായത് ഈ നമ്മുടെ നടപടിക്രമങ്ങളിൽ പറയുന്ന നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കുറ്റം എന്ന് പറയുന്നത് എപ്പോഴും BNS-ൽ കിടക്കുന്നതായിരിക്കും. അപ്പോൾ സെർച്ചിന് അനുവദിക്കാത്തത് 222 പ്രകാരം BNS പ്രകാരം ഒരു കുറ്റകൃത്യമാണ്. ഓക്കെ, സോ സെർച്ച് ഇവിടെ തീർന്നില്ല, സെർച്ചിന് ഇനിയും പ്രൊവിഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളത്. സോ നമ്മൾക്കത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്, അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന പ്രൊവിഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾക്ക് നോക്കാം.